വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോസി ഷിയാമയും എടുത്ത് ഒരു ലാബിൽ ഓടിക്കയറി. പേടിച്ചിരിക്കുന്ന ഷിയാമയോട് ഇതാണ് ഇവിടെ ഏറ്റവും ഡേഞ്ചറസ് ആയ സ്ഥലം, അതുകൊണ്ട് തന്നെ ഈ മുറിയാണ് ഏറ്റവും സുരക്ഷിതമെന്നും അവൻ പറയുന്നു. റോസിയുടെ മനസ്സ് വായിച്ചറിഞ്ഞ പോലെ ടീച്ചർ ആ മുറിക്ക് മുന്നിൽ എത്തുന്നുണ്ടെങ്കിലും അവരെ കാണുന്നില്ല. ടീച്ചർ അവിടെ നിന്നത് ആ കളഞ്ഞുപോയ ഷൂവും പിടിച്ചാണ്. ടീച്ചർ പോയ ശേഷം ഷിയാമിക്ക് രക്ഷപ്പെടാനുള്ള വഴിയും പറഞ്ഞുകൊടുത്ത് ശേഷം റോസി സ്വന്തം ഷൂ അവൾ കൂരിക്കൊടുത്ത് അവിടെ നിന്നും ഓടുന്നു. അവനെ ടീച്ചർ ഓടിച്ചെങ്കിലും അതിസമർത്ഥമായി രക്ഷപ്പെട്ട് തിരിച്ച് ലാബിൽ വന്ന് ഷിയാമിയെയും കൊണ്ട് ഓടുന്നു. ശേഷം മറ്റൊരു മുറിയിൽ കയറുന്നു. ഷൂസില്ലാത്ത കാലുകൾ നോക്കി അവർ പരസ്പരം കളിയാക്കുന്നു. മോണിറ്ററുടെ കൂടെ മത്സരത്തിനുള്ള ബുക്സ് കളക്ട് ചെയ്യാൻ പോകാമെന്ന് വാക്ക് കൊടുത്തത് അപ്പോഴാണ് ഷിയാമിക്ക് ഓർമ്മ വന്നത്. അവൾ വേഗം തിരികെ ക്ലാസ്സിലെത്തി. വൈകിയതിന് അവനോട് മാപ്പ് പറയുന്നതിനിടയിൽ അവരുടെ കാലിലെ ഷൂസ് ഫാനിയോൻ കാണുകയും കാര്യം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നടന്ന സംഭവം അവർ വിശദീകരിക്കുന്നു. തിരികെ ഷൂസ് ഷിയാമി റോസിക്ക് കൊടുത്തെങ്കിലും അവനത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് ലൈബ്രറിയിൽ പോകണ്ടേ എന്നും പറഞ്ഞാണ് അവനത് തിരിച്ചു കൊടുത്തത്. എന്നാൽ ഇരുവരുടെയും അവസ്ഥ കണക്കിലെടുത്ത് ഫാനിയോൻ അവരെ സീറ്റിൽ പിടിച്ചിരുത്തി ലൈബ്രറിയിൽ നാളെ പോകാമെന്നും പറഞ്ഞ് അപ്പോയിൻമെൻ്റ് ഉള്ള ടീച്ചറിനെ കാണാൻ പോയി. എന്നാൽ മോണിറ്റർക്ക് തന്നോട് പിണക്കമാണോ എന്ന് ഷിയാമി സംശയിക്കുന്നു. അവളുടെ സംശയം തെറ്റാണെന്ന് റോസി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. രാത്രിയിൽ ഗ്രൗണ്ടിൽ ഇരുന്നിരുന്ന ഫാനിയോൻ്റെ അടുത്ത് കിൻസിയാങ് വന്ന് കോമ്പറ്റീഷൻ്റെ കാര്യത്തെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നു. പോകാൻ ഒരുങ്ങിയ ഫാനിയുവാനെ തടഞ്ഞു നിർത്തി അവൻ പ്രശ്നമുണ്ടാക്കാൻ നോക്കി. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ടീച്ചറോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവൻ നൈറ്റ് സ്റ്റഡിക്ക് വേണ്ടി പോകുന്നു. ഷിയാമി ക്ലാസ്സിൽ എല്ലാവരുടെയും ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നാൽ മോണിറ്ററുടെ ബുക്ക് കൊടുക്കാൻ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നോടുള്ള പിണക്കമാണിതിന് പിന്നിലെന്ന് അവൾ കരുതുന്നു. പിറ്റേന്ന് സ്കൂൾ ഗേറ്റിൽ ഷിയാമി, റോത്തിയർ, ഫാനിയാൻ, റോസി എന്നിവർ എത്തിയപ്പോൾ ഷൂവും പൊക്കി പിടിച്ചുകൊണ്ട് ടീച്ചർ അവിടെ നിൽക്കുന്നു. എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. ഷിയാമിയുടെ ഷൂ സൈസ് കണ്ട് സംശയം തോന്നി അവളെയും അവളുടെ തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന റോസിയെയും ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഇത് തൻ്റെ ഷൂസ് അല്ലെന്നും റോസിയെ തനിക്ക് അറിയുക പോലുമില്ലെന്നും ഷിയാമി പറയുന്നു. റോസി തിരിച്ചും അങ്ങനെ തന്നെ. അതിനിടയ്ക്ക് ജുൻയിയും ഷിയോയും അടിയുണ്ടാക്കി അതുവഴി വരുന്നു. തൻ്റെ ഷൂസ് അല്ലെന്ന് ഷിയാമി പറഞ്ഞത് കേട്ട ഷിയോ അത് നിൻ്റേത് തന്നെയല്ലെന്ന് ചോദിച്ചെങ്കിലും ജുൻയി പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു. ഇത് ടീച്ചർ കാണുന്നു. ജുൻയി അത് തൻ്റെ ഷൂസാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഞാനിനി ഒരിക്കലും ആ വഴി പോവില്ലെന്നും ആ വഴി കണ്ടാൽ തിരിച്ചു വന്ന് വേറെ വഴി പോയിക്കളാമെന്നും ഷിയാമി പറയുമ്പോൾ ടീച്ചർ എല്ലാവരോടും ഇത് കേട്ട് പഠിക്കാൻ പറയുന്നു. തിരിച്ച് ക്ലാസ്സിൽ പോകാനും ആവശ്യപ്പെടുന്നു. ക്ലാസ്സിലെത്തിയ ഷിയാമി ഫാനിയോനോട് തലേന്നത്തെ സെൽഫ് സ്റ്റഡി ക്ലാസ്സിന് വരാത്തതിൻ്റെ കാരണം ചോദിക്കുന്നു. താനൊരു ഡ്രിങ്ക് അവിടെ വച്ചിരുന്നു, അത് കിട്ടിയോ എന്നും ചോദിക്കുന്നു. എന്നാൽ താൻ അങ്ങനൊരു ജ്യൂസ് കണ്ടിട്ടില്ലെന്ന് ഫാനിയോൻ പറയുന്നു. അവൻ പറ്റിക്കുകയാണെന്ന് ഷിയാമി മനസ്സിലാക്കി. തന്നോട് ദേഷ്യമുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ താൻ കിൻസിയാങ്ങിനൊപ്പമായിരുന്നെന്ന് അവൻ മറുപടി പറയുന്നു. ശേഷം അവരൊന്നിച്ച് ലൈബ്രറിയിൽ പോയി ബുക്സ് എടുക്കുന്നു. അവൾ റൂത്തറിനെയും കൂടെ കൂട്ടി. എല്ലാവരും ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നു. കോണിയിൽ കയറി ബുക്സ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഷിയാമി വീഴുന്നു. അവളെ വീഴാതെ താങ്ങി നിർത്തി. ഇത് കണ്ടുവന്ന റോസി റൂത്തറിനെയും. എന്നാൽ റോസി ഷിയാമിയെ കളിയാക്കുന്നു. അവൻ ഷിയാമിയോട് മാത്രം സുഖവിവരം അന്വേഷിക്കുന്നു. അവിടേക്ക് ഓടിയെത്തിയ ഫാനിയോനോട് റോസി കാര്യങ്ങൾ പറയുന്നു. റൂത്തറിനെ ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഷിയാമി ബുക്സ് നോക്കാൻ റോസിയെ ഏൽപ്പിക്കുന്നു. ഷിയാമി ഒരു ബുക്ക് വായിച്ച് ചിരിക്കുന്നത് റോസി കാണുന്നു. ശേഷം അവർ പരസ്പരം ഡയലോഗ്സ് പറഞ്ഞ് കളിയാക്കുന്നു. ഇത് കണ്ട് റൂത്തറും മോണിറ്ററും വരുന്നു. റോസിയും ഷിയാമിയും വീണ്ടും ബുക്സ് എടുക്കാൻ എന്നും പറഞ്ഞ് ഓടി ഒളിക്കുന്നു. അടുത്ത ആഴ്ച നടക്കുന്ന എക്സാമിന് ഷിയാമി മോണിറ്ററെ വിഷ് ചെയ്യുന്നു. ലുക്സിയാങ് യൂണിവേഴ്സിറ്റിയിൽ റോസി നേരത്തെ തന്നെ എത്തി കാത്തു നിന്നിരുന്നു. ഷിയാമി അവിടെ വെച്ച് തൻ്റെ പഴയ സുഹൃത്തായ ചുൾമ്യൂങ്ങിനെ കാണുന്നു. റോസിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ ഫാനിയോൻ അവിടെ എത്തിയിരുന്നില്ല. ടയർ പഞ്ചറായി വഴിയിൽ പെട്ടുപോയി. സൈക്കിളിലാണ് ചുൾമ്യൂങ് വന്നിരുന്നത്. സൈക്കിൾ ചോദിച്ചു വാങ്ങിയ റോസി ഫാനിയോൻ്റെ അടുത്തേക്ക്. ഇതിനിടെ അവൻ ചുൾമ്യൂങ്ങിനോട് എക്സാമിന് കയറിക്കൊള്ളാനും പറയുന്നു. ഫാനിയാനെയും കൂട്ടി യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ഉടനെ അവനെ എക്സാമിന് പറഞ്ഞു വിടുന്നു. ഷിയാമിയും റോസിയും ക്യാൻറ്റീനിൽ പോയിരിക്കുന്നു. ചുൾമ്യൂങ്ങിനെ കുറിച്ച് ചോദിക്കുന്നതിനിടെ ഷിയാമി ഭക്ഷണം വാങ്ങാൻ പോകുന്നു. ബാക്കി വന്ന ഒരു ഡംപ്ലിംഗ് വാങ്ങാൻ ഷിയാമി അല്ലാതെ മറ്റൊരു ചെറുപ്പക്കാരൻ കൂടെ വരുമ്പോൾ ഷിയാമി ഭീകരിയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചോടിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും അവർ തമ്മിലടി. എക്സാം കഴിഞ്ഞിറങ്ങിയ ഫാനിയാനും ചുൾമ്യൂങ്ങിനെ പരിചയപ്പെടുത്തുന്നു. ഈഗോ അല്ലെങ്കിൽ പൊസസീവ്നെസ്, ഇതിലൊന്ന് കാരണം റോസിക്കും ഫാനിയാനും ചുൾമ്യൂങ്ങിനെ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. നൈബറാണെന്ന് പറഞ്ഞപ്പോൾ അത് കൂടിക്കൂടി വന്നു. അവനോടുള്ള പെരുമാറ്റം ശരിയായില്ലെന്നും പറഞ്ഞ് ഷിയാമി അവരോട് പിണങ്ങുന്നു. ശേഷം ക്ലാസ്സിൽ ഷിയാമിയുടെ എഴുതാനുള്ള കഴിവിനെ റോസി പുകഴ്ത്തുന്നു. ഫാനിയാനുമായി തന്നെ കമ്പയർ ചെയ്യുന്നത് റോസിക്ക് തീരെ പിടിക്കുന്നില്ല. അവൾ താനെഴുതിയ കഥ എഡിറ്റർക്ക് അയച്ചു കൊടുത്തതിനെക്കുറിച്ച് പറയുന്നു. എഡിറ്റർ തൻ്റെ കഴിവിനെക്കുറിച്ച് പ്രശംസിച്ചെന്ന് ഷിയാമി പറഞ്ഞപ്പോൾ റോസിക്ക് ചിലവ് വേണമെന്നായി. എന്നാൽ ഷിയാമി എല്ലാവരെയും കൊണ്ടുപോകാമെന്ന് പറയുന്നു. നമ്മൾ രണ്ടുപേരും പോരെ എന്ന് റോസിയും. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നന്നാകുമെന്ന് അവളും.
പ്രൊമോഷണൽ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ? ടീച്ചർ ക്ലാസ്സിൽ വന്ന് റുവോത്തിയറും റുവോസിയുമാണ് ലീഡ്സ് എന്ന് അറിയിക്കുന്നു. അതോടെ ഷിയാമയുടെ മുഖത്തെ ബൾബ് മങ്ങുന്നു. എല്ലാവരും റുവോത്തിയർ കോംബോയെക്കുറിച്ച് നല്ല കപ്പിൾസ് ആകുമെന്ന് പറയുന്നത് കേൾക്കുന്നതോടെ ഷിയാമയുടെ വിഷമം കൂടുന്നു. ക്ലാസ്സിലുള്ള എല്ലാവരും വീഡിയോയിലുണ്ടാകുമെന്ന് ടീച്ചർ പറയുന്നു. റുവോത്തിയറിനെ തിരഞ്ഞെടുത്തതിൽ പ്രശ്നം ഉദിക്കുന്നു. റുവോത്തിയർ എന്തായാലും ഹാപ്പി തന്നെ. ഷിയാമിയെ ഹാപ്പിയാക്കാൻ ഫാനിയാൻ കൂടെ തന്നെയുണ്ട്. മഴയത്ത് ഷിയാമി ഇറങ്ങി നടക്കുന്നു, കുടയില്ലാതെ. റുവോത്തിയർ ഇത് കണ്ട് പിന്നാലെ പോകുന്നെങ്കിലും വീഴുന്നു. ശേഷം അവരൊന്നിച്ച് മഴയത്ത് നടക്കുന്നു. ഇത് കണ്ടുവന്ന റുവോസി ഷിയാമിക്ക് തൻ്റെ കോട്ട് ഊരി കൊടുക്കുന്നു. കഴിഞ്ഞ് അതവൾ അവന് നൽകുന്നു. പ്രൊമോഷണൽ വീഡിയോയെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. അവൻ അവളെ ഹാപ്പിയാക്കാൻ നോക്കുന്നു. അവൻ അവൾക്കൊരു ക്രൗൺ വെച്ച് കൊടുക്കുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ഈ സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.